ഹലോ പ്രിൻസിപ്പണേ, ഞാൻ നമ്മുടെ രാജുവേട്ടൻ്റെ വിലായത്ത് ഉദാഹരണ സിനിമ ഉണ്ട്. ജയനമ്പേരാണ് പടം. ആള് രാജുവേട്ടൻ്റെ ബഡിയാന്ന് തോന്നിട്ട്. ആള് രാജുവേട്ടൻ ചെയ്ത മിക്ക പടത്തിലും അസോസിയേറ്റഡ് ആയിട്ടാണ് വർക്ക് ചെയ്തിട്ടുണ്ട്. എൽ3, ബ്രോഡാഡിയിൽ, ഡിയാലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. പടം മറ്റേ TR ഗോപിനാഥൻ്റെ നോവലിനെ ആസ്പദമാക്കിയിട്ടാണ് ഈ സിനിമ ഇറങ്ങിക്കുന്നത്. പിന്നെ നമ്മുടെ കുറേ പേരുണ്ട്. നമ്മുടെ രാജുവേട്ടനുണ്ട്, സംവിക്രമ സാറുണ്ട്, മറ്റേ നരിവേട്ടയുടെ നായികയുണ്ട്, പിന്നെ അസുരലിലെ ധനുഷ് ചേട്ടൻ്റെ മുന്നത്തെ മൂത്തമുണ്ട്. കുഴപ്പമില്ല. അതിലെടുത്ത് പറയൊക്കെ രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ സംവിക്രമ സാറിൻ്റെ പെർഫോമൻസ് അത്ര തന്നെ. 2 മണിക്കൂർ 56 മിനിറ്റ് ഉണ്ട് സിനിമ. അതിൽ 30 മിനിറ്റാണ് നമ്മുടെ രാജുവേട്ടൻ വരണത്. പടം സംവിക്രമ സാറില്ലെങ്കിൽ എനിക്ക് തോന്നണില്ല ഈ പടം അത്ര വലിയ ഒരു പെർഫോമൻസ് രീതിയിലേക്ക് എത്തുന്നു. പടം കുഴപ്പമില്ല, കണ്ടിരിക്കാം. തിയേറ്ററിൽ പോയിട്ട് കാണണമെന്ന് ഞാൻ പറയില്ല. OTTയിലും എന്തായാലും ലാഗാന്ന് പറഞ്ഞിട്ട് എന്തായാലും എല്ലാവരും അടിച്ചു കളയും, എനിക്ക് ഉറപ്പാണ്. പിന്നെ മ്യൂസിക് ജെയ്ക്സ് ബിജോയ്. അതിൽ എനിക്ക് ചെറിയൊരു അയ്യപ്പനും കോശിയിലൊക്കെ സിനിമയിലത്തെ ഒരു നാടുവാഴി പാട്ടില്ലേ, അതിലൊക്കെ റഫറൻസൊക്കെ തോന്നുന്നുണ്ട്. അത്ര വലിയായിട്ട് തോന്നില്ല, കുഴപ്പമില്ല. മ്യൂസിക് കാരണം ബോറടിക്കാണ്ടിരുന്ന് കാണാൻ പറ്റി. പടം അത്ര വലിയ മോശമൊന്നുമല്ല, എന്നാലും മെയിലീഗോ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമൊന്നുമില്ല. പടം കണ്ടിരിക്കാം, അത്ര തന്നെ. രാജുവേട്ടൻ്റെ കമ്പാക്ക് എന്ന് പറയാൻ പറ്റില്ല, കുഴപ്പമില്ല, അത്ര തന്നെ. ശരി കേട്ടാ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.